എത്ര എത്ര സൽക്കർമ്മം ചെയ്ത ആളുകളാണ്, അവരുടെ സൽക്കർമ്മത്തിലൂടെ അവർ നരകത്തിൽ പോയി. എത്രയെത്ര ദുഷ്കർമ്മം ചെയ്തവരാണ്, അവരുടെ ദുഷ്കർമ്മത്തിലൂടെ അവർ സ്വർഗത്തിലും പോയി. പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇതെന്ത് വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? സൽക്കർമ്മത്തിലൂടെ നരകത്തിലും ദുഷ്കർമ്മത്തിലൂടെ സ്വർഗത്തിലുമോ? അവർ പറഞ്ഞു, അതെ, ഒരാൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, അവസാനം അവന് ഒരു തരം ഉജുബ് പിടികൂടും. ഞാൻ തന്നെയാണ് മുന്തിയവൻ എന്നവൻ കരുതും. മറ്റുള്ളവരോട് അവൻ അങ്ങനെ ദുൽമ കാണിക്കാൻ തുടങ്ങും. മറ്റുള്ളവരൊക്കെ അവൻ ചെറുതായി കാണും. ഞാൻ തന്നെ സ്വർഗത്തിൽ, നിങ്ങളൊക്കെ നരകത്തിൽ എന്ന നിലപാട് അവൻ സ്വീകരിക്കും. അവൻ്റെ ആ നിലപാടും കിബറും അഹങ്കാരവും അവൻ്റെ നന്മകളെയെല്ലാം ഇല്ലാതെയാക്കും. അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എന്നാൽ തിന്മ ചെയ്ത വ്യക്തിയോ, ആ തിന്മ അയാളുടെ മനസ്സിൽ ഒരു വലിയ പർവ്വതം തൻ്റെ തലയിലേക്ക് വീഴുന്നത് പോലെയുള്ളൊരവസ്ഥയിൽ അവൻ ആ തിന്മയെക്കുറിച്ച് എന്നും ചിന്തിക്കും, ആലോചിക്കും, ഭയപ്പെടും, അവൻ കരയും, അള്ളാഹുവിനോട് തൗബ ചെയ്യും, സാധിക്കുന്നത്ര നന്മകളൊക്കെ ചെയ്യും. കാരണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ